വളരെ പുരാതനമായ ഈ ദേവാലയത്തിൽ പ്രസിദ്ധമായ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ നമ്മളിന്ന് കൊടിയേറ്റുകയാണ്. തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ധാരാളമായ അനുഗ്രഹങ്ങൾ നമ്മുടെ കർത്താവ് ചൊരിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗീവർഗീസ് പുണ്യാളച്ചൻ പടയാളിയായ വിശുദ്ധരുടെ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഗ്രീക്കുകാരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പിന്നീട് റോമൻ പടയാളിയായി തീർന്നു. ഈശോ മിശിഹായിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ പ്രതി ജീവിച്ചു. അന്യദേവന്മാരെ ആരാധിക്കാൻ വിമുഖത കാട്ടിയതുകൊണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ചു എന്നൊക്കെയാണ് ഗീവർഗീസ് സഹദായെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധനെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു ചരിത്ര വിവരണവും അദ്ദേഹം ഒരു പ്രദേശത്തെ മുഴുവനും ഒരു വ്യാളിയിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതിനെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഗീവർഗീസ് പുണ്യാളച്ചനെ കുതിരപ്പുറത്ത് കുന്തമൊക്കെ ഏന്തി കാണുന്നത്. ധീരനായ പടയാളി, അതേസമയം തിന്മയുടെ പ്രതിരൂപമായ ആ വ്യാളിയെ ഹനിച്ച് ഒരു ജനത്തെ മുഴുവൻ രക്ഷിച്ച വ്യക്തി കൂടിയായി വിശുദ്ധനെ നമ്മൾ വണങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധീരതയുടെ പ്രതീകമായിട്ടാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായെ നമ്മളെല്ലാവരും കാണുക. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ചിലപ്പോഴെങ്കിലും ബലഹീനരാകുമ്പോൾ ഗീവർഗീസ് പുണ്യാളച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം ആ വിശുദ്ധന്റെ സ്മരണ തന്നെ നമുക്ക് വലിയ ധൈര്യം നൽകുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? ധൈര്യം നമുക്ക് നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഒക്കെയുള്ള കുറെ വിശ്വാസങ്ങളിൽ നിന്നാണ് ധൈര്യം വരുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഓർക്കും നമുക്ക് ധൈര്യമില്ല, ഒരു കാര്യം ചെയ്യാവോ, അയ്യോ എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്നത് എനിക്ക് എന്നെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ തെറ്റിക്കിടക്കുന്നത് കൊണ്ടാണ്. ഞാൻ കൊള്ളുകയില്ലെന്നും കഴിവില്ലെന്നും ഞാൻ പരാജയമാണെന്നും ഒക്കെ ചിന്തിക്കുന്നവന് പ്രത്യേകിച്ചൊന്നും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല. അവന് ധൈര്യമില്ല. അതേസമയം എന്നെ കൊണ്ട് സാധിക്കും എന്ന ഒരു വിശ്വാസം മനസ്സിനുണ്ടെങ്കിൽ അവനത് ചെയ്യും. ധൈര്യമുണ്ട്, ഒരു ആത്മവിശ്വാസം. അപ്പം യഥാർത്ഥത്തിൽ ഈ ആത്മവിശ്വാസവും ധൈര്യവുമെല്ലാം ഒന്ന് തന്നെയാണ്. ഒരുവനെക്കുറിച്ചുള്ള മതിപ്പില്ലായ്മ അല്ലെങ്കിൽ വിശ്വാസക്കുറവ് അപകർഷതയാണെന്ന് പറയുകയാണെങ്കിൽ ഒരുവനിലുള്ള വിശ്വാസം ആത്മവിശ്വാസമാണ്. പക്ഷെ അത് അവിടെയും അവസാനിക്കുന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധൈര്യത്തിന്റെ മുഴുവൻ കാരണം ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവം കൂടെ നിൽക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. ദൈവം കൂടെ നിൽക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണ്? കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മാറുകയാണ്. പിന്നെ നമുക്ക് മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല, മൃഗങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല, ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് കൂടെയുള്ളത്, സർവശക്തനായ ദൈവമാണ് കൂടെയുള്ളത്. അതുകൊണ്ടാണ് ഈ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും സർവ്വതിനെയും പേടിച്ചു കഴിയുകയും ചെയ്യുന്നത്. അത് ശരിയായ വിശ്വാസമല്ല. പലരും പേടി മാറ്റാനായിട്ടാണ് പള്ളിയിലോട്ട് വരുന്നത് തന്നെ. യഥാർത്ഥത്തിൽ വിശ്വാസം ഉള്ളവന് നല്ല ധൈര്യമുണ്ട്. നമ്മൾ ദേവാലയത്തിൽ 1 മണിക്കൂർ ആരാധിച്ചു കഴിയുമ്പോൾ നല്ല ധൈര്യത്തോടെയാണ് നമ്മൾ പുറത്തോട്ടിറങ്ങുന്നത്, ജീവിക്കാനുള്ള ധൈര്യത്തോടെ. അതുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയെങ്കിലും വന്ന് കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മളിൽ നിന്നൊക്കെ കിട്ടുന്ന ധൈര്യം ചോർന്നു പോകുമ്പോഴും ദൈവം നമുക്കായി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ട്.
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നവൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവന്റെ കൂടെ ദൈവമാണ്. ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ ഒത്തിരി ആൾക്കാരൊന്നും വേണ്ട, നമ്മൾ കുറച്ചുപേര് മതി. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം വേണം. ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം. നമ്മൾ 3 വർഷം കർത്താവിന്റെ കൂടെ നടന്ന 12 അപ്പസ്തോലന്മാരെ കുറിച്ച് ഒത്തിരി വായിച്ചിട്ടുള്ളവരാണ്. 12 ശിഷ്യന്മാർ, ഒരാൾ അവനെ തള്ളിപ്പറഞ്ഞു, ഒരാൾ അവനെ ഒറ്റിക്കൊടുത്തു, പ്രമുഖൻ തള്ളിപ്പറഞ്ഞു. പക്ഷെ ഒറ്റിക്കൊടുത്തവൻ ഒഴികെ ബാക്കി 11 പേരും തിരിച്ചു വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈശോ ഉദ്ധാനം ചെയ്തു എന്നുള്ളൊരു വലിയ സദ്വാർത്ത കിട്ടിയപ്പം അവർക്കെല്ലാം വലിയ ധൈര്യമായി. ജനങ്ങളെ ഭയന്ന് കടകടച്ചിരുന്ന അവരൊക്കെ പുറത്തിറങ്ങി ധൈര്യപൂർവ്വം കർത്താവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. കാരണം എന്താ? അവർക്ക് ആ വിശ്വാസത്തിന്റെ ദാനം ലഭിച്ചു. അവൻ മരിച്ച് അടങ്ങിയവനല്ല, അവൻ ഇന്നും ജീവിക്കുന്നവനാണെന്നുള്ള വിശ്വാസം ലഭിച്ചപ്പോ പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം എന്നൊരു വലിയ ചിന്തയിൽ അവരെല്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഏറ്റവും കൂടുതൽ സംശയിച്ച് നടന്ന തോമാസ് ശ്ലീഹായാണ് ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തി സുവിശേഷം പ്രഘോഷിച്ചത്. പ്രിയപ്പെട്ടവരെ, വെറും 12 ശിഷ്യന്മാരിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന 2.4 ബില്യൺ ആൾക്കാരിലേക്ക്, ക്രൈസ്തവരിലേക്ക് നമ്മൾ വളർന്നത്. വെറും 12 പേരിൽ നിന്നാണ്, വിശ്വാസമുള്ള ധൈര്യമുള്ള 12 പേരിൽ നിന്നാണ് 2.4 ബില്യൺ ആൾക്കാരിലേക്ക് നമ്മൾ വളർന്നത്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് ആ 2.4 ബില്യണ് ധൈര്യമില്ല. അപ്പോ മിക്കവാറും 12ലേക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് ജീവിക്കാൻ ധൈര്യമില്ലാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചുരുങ്ങിപ്പോകുന്നത്. അല്ലാതെ നമുക്ക് ശക്തിയില്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. വിശ്വാസത്തിന്റെ കുറവുള്ളപ്പോ ചിലപ്പോ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം നമ്മളെ വളർത്തിയത് പണമല്ല, നമ്മളെ വളർത്തിയത് രാജാധികാരങ്ങളല്ല, നമ്മളെ വളർത്തിയത് ആധിപത്യങ്ങളല്ല, നമ്മളെ വളർത്തിയത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്ക് ധൈര്യം പകർന്നു നൽകുന്നു. ആ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ധീരതയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് ലഭിക്കുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെയൊക്കെ സമൂഹം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എണ്ണത്തിലൊക്കെ അല്പം കുറവ് വരുന്നുണ്ട്. കല്യാണം കഴിക്കാനും മക്കളെ ജനിപ്പിക്കാനും ധൈര്യമില്ലാത്ത മക്കൾ നമുക്ക് കൂടി വരുന്നു. അതാണ് പ്രശ്നം. ആ ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ്? വിശ്വാസത്തിന്റെ കുറവുള്ളത് കൊണ്ടാണ്. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എണ്ണം കുറയുന്നത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വിശ്വാസത്തിൽ കുറവ് വന്നാൽ ധൈര്യത്തിൽ കുറവ് വരും. അപ്പോഴാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഗീവർഗീസ് സഹദായ്ക്ക് ഭയമില്ലായിരുന്നു. കാരണം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, രക്ഷകനായ ഈശോ മിശിഹായിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. നമ്മൾ സുവിശേഷത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് വായിക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ചോദിക്കും, ഇതൊക്കെ എന്ത് ഭാഗ്യം? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ഇതുവല്ലോ ഭാഗ്യം? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്നവർ പറയും. സമാധാനത്തെ പ്രതി, സമാധാനം സ്ഥാപിക്കാനായി കഷ്ടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളാം? ഇതൊക്കെ എങ്ങനെയാണ് ഭാഗ്യങ്ങളായിട്ട് മാറുന്നത്? ഇത് കേട്ടിടത്തോളം വലിയ ഭാഗ്യമൊന്നുമില്ല. എന്നിട്ട് അവസാനം പറയാ, നിങ്ങളെ പ്രതി, എന്റെ സുവിശേഷത്തെ പ്രതി നിങ്ങളെ ആരെങ്കിലും അപഹസിക്കുകയും ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ന്യായാധിപന്മാരുടെ മുമ്പിൽ കള്ളസാക്ഷി പറഞ്ഞ് നിർത്തുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ. ഇതൊക്കെ എന്ത് ഭാഗ്യം? കർത്താവ് പറയുന്ന എന്താ? നിന്റെ ജീവിതത്തിൽ ഏറ്റവും തളർത്തുന്ന അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ അതൊന്നും നിനക്കൊരു പ്രശ്നമല്ല. നീ അത് ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നമ്മൾ എല്ലായിടത്തും വളർന്നു വന്നതും നമ്മൾ ഇന്നും നിലനിൽക്കുന്നതും.
നമ്മളൊരു ചെറിയ സമൂഹമായിട്ടും നമ്മളെ ഭയപ്പെടുന്ന ശക്തികൾ ഈ ലോകത്തുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോലും നമ്മുടെ സഹോദരങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ആരോഗ്യ പരിരക്ഷാ സ്ഥാപനങ്ങളിലൂടെയും കാരുണ്യ ഭവനങ്ങളിലൂടെയും കർത്താവ് ഈശോ മിശിഹായെ ശക്തമായി പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു ജനസഞ്ചയമല്ല, അവരുടെ ഉള്ളിൽ അവർക്ക് ധൈര്യം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അതാണ് നമുക്ക് ഒരിക്കലും കൈമോശം വരരുതാത്തത്. നമുക്കിന്ന് ജീവിക്കാൻ ധൈര്യമുള്ളവരുടെ എണ്ണം കുറയുന്നു, നിരാശപ്പെടുന്നവരുടെ എണ്ണം കുറയുന്നു, വിഷാദ രോഗം കൂടുന്നു, മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ സാധിക്കാത്ത നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളുടെ എണ്ണം കൂടുന്നു. ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടുന്നു. വലിയ മിടുക്കന്മാരായിട്ട് ഒത്തിരി മാർക്ക് മേടിച്ചിട്ടും സ്വന്തം നാട്ടിൽ തന്നെ ഒരു ജോലി കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഒരു തൊഴിൽ കണ്ടെത്താനുള്ള ധൈര്യമില്ലാത്ത നമ്മുടെ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്. പുറമേ നിന്നുള്ള ഭീഷണികളെക്കാളും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ധൈര്യം ചോർന്നു പോകുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ധൈര്യം വീണ്ടെടുക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വിശ്വസിച്ചാൽ മാത്രം മതി. അവനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ആ ഒരു വലിയ കൃപ അവൻ നൽകുകയാണ്. മുന്തിരി ചെടിയോട് ശാഖകൾ ചേർന്നിരിക്കുന്നത് പോലെ കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രം മതി ആ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ധീരതയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് എന്തിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിലും കുറവ് വരാതെ നോക്കേണ്ട ഒന്ന് ധൈര്യമാണ്. ആ ധൈര്യം സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. ഈശോ മിശിഹായോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൽ നിന്ന്, നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഗീവർഗീസ് സഹദ ധീരനായി കർത്താവിന് സാക്ഷ്യം വഹിച്ചതുപോലെ വിരുദ്ധ സാഹചര്യങ്ങളിലും ധൈര്യത്തോടെ ജീവിക്കാനും നമ്മുടെ കർത്താവിന് സാക്ഷ്യം വഹിക്കാനുമെല്ലാം നമുക്ക് സാധിക്കേണ്ടതാണ്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.